ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഇമ്പാക്ട് റെഞ്ചാണ്. നമ്മുടെ ഇമ്പാക്ട് റെഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് വണ്ടിയുടെ വീൽ അഴിക്കുക, ബോൾട്ട് നട്ടുകൾ അഴിക്കുക, അങ്ങനത്തെ പർപ്പസിനാണ് ഈ മെഷീൻസ് കൂടുതലും നമുക്ക് സെയിലാവുന്നത്. ഇത് ഒരു 300 Nm ടോർക്കാണ്. അപ്പം 300 Nm ടോർക്ക് നമുക്ക് 4 വീലർ വണ്ടികൾക്കൊക്കെ നമുക്ക് 300 Nm താഴെ ഒരു 285 നമുക്ക് ഈ 4 വീലറിൻ്റെ വീലെല്ലാം അഴിക്കാൻ പറ്റും. ഇത് ഒരു 300 Nm ടോർക്കുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള മെഷീനാണ്. 20 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. മെഷീൻ ജസ്റ്റ് ഐബെൽ BW20-32 എന്ന് പറഞ്ഞ മെഷീനാണ്. ഓക്കെ, ഇതിൻ്റെ ഇത് വന്നിട്ട് 300 Nm ടോർക്ക്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ഇമ്പാക്ട് റേഞ്ച് നിങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് എത്ര Nm ടോർക്കാണ് ഈ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കണം. അപ്പോൾ 2 വീലർ വർക്ക്ഷോപ്പിലൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു 200 Nm ടോർക്കിൻ്റെ ഒരു മെഷീനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. 4 വീലർ ആണെങ്കിൽ ഒരു 285, 300-നകത്തുള്ള ഏത് നമുക്ക് 4 വീലർ വർക്ക്ഷോപ്പിലോട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം 2 വീലറും 4 വീലറും തമ്മിലുള്ള ആവശ്യക്കാരെടുക്കേണ്ടത്. ഓക്കെ, ഇതിനകത്ത് വരുന്നത് ഒരു മെഷീൻ, ഒരു ബാറ്ററി, ഒരു ചാർജർ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഐബെല്ലിലെ മെഷീൻസിൻ്റെ ഗുണമെന്ന് പറയുന്നത് അവരുടെ ബാറ്ററി കോമൺ ആണ്. ഈ ഐബെല്ലുമായിട്ടുള്ള എല്ലാ മെഷീൻസിനും കോമൺ ബാറ്ററി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു സ്പെയർ ബാറ്ററി പോകണമെങ്കിൽ ഒരു 2500 rupees ഒക്കെ ഉള്ളൂ ഒരു ബാറ്ററി, സ്പെയർ ബാറ്ററിയുടെ കോസ്റ്റ് വരുന്നത്. കമ്പയർ വിത്ത് മാർക്കറ്റിലെ അതർ കമ്പനികളിലായിട്ട് കുറച്ചും കൂടെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് ഇവരുടെ പ്രൈസിങ് എല്ലാം. ഓക്കെ, ജസ്റ്റ് ഇത് ഇപ്പം ഇൻസേർട്ട് ചെയ്തു. ഇപ്പം ഇതിനകത്ത് ഫുൾ ചാർജ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ RPM നമ്മൾ കുറയ്ക്കണമെങ്കിൽ ജസ്റ്റ് ഇതിനകത്ത് തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. 1, 2, 3 3 ഓപ്ഷനാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുൾ പവറിലായിരിക്കും മെഷീൻ വർക്ക് ചെയ്യുക. അപ്പോൾ ഓരോ ഓപ്ഷനിലും ഓരോ ലൈറ്റ് നമ്മൾ ഗ്രീൻ ലൈറ്റ് കിട്ടും. പിന്നെ ബാറ്ററി ചാർജ് കുറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് റെഡ് ഇൻഡിക്കേറ്റർ കാണിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിപ്പം എൻ്റെ ഒരു കാറിൻ്റെ വീല് അഴിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഇതിപ്പോൾ 19 Nm ഒരു സോക്കറ്റാണ് ഞാനിപ്പോൾ ഇടുന്നത്. ജസ്റ്റ് ഞാൻ ഇതിനകത്തിടുന്നു. ഓക്കെ, എന്നിട്ട് അൺസ്ക്രൂവിൻ്റെ ഓപ്ഷൻ ഇത് അഴിച്ചു നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇത് നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് റിവേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുക, എന്നിട്ട് വേണം ജസ്റ്റ് ഇത് ചെയ്യാൻ. ഓക്കെ, ഇതാ ബോൾട്ട് അഴിഞ്ഞു വന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഇത് കൂടുതലും മൊബൈൽ സർവീസ് സെൻറ്റേഴ്സ് അല്ലാതെ നമ്മുടെ എല്ലാ പർപ്പസിനും ഇപ്പം ഏറ്റവും കൂടുതൽ നന്നായിട്ട് സെയിൽ ആവുന്ന ഒരു ഐറ്റമാണ്. എല്ലാ വർക്ക്ഷോപ്പുകാരെല്ലാം എടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ടൈറ്റിൻ ചെയ്യാം. ജസ്റ്റ് ഫോർവേഡ് ഇടുന്നു, പിടിപ്പിക്കുന്നു, കഴിഞ്ഞു. വളരെ സിമ്പിൾ. ഓക്കെ, ഇതിൻ്റെ റിവേഴ്സ് സ്വിച്ച് ഇവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ റിവേഴ്സ്, അതുപോലെ തന്നെ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഫോർവേഡ്. ഓക്കെ, ഇതിങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ തള്ളി വരും. ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇതിങ്ങോട്ട് പ്രസ്സായി വരും. ഓക്കെ, ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. റിവേഴ്സ് ഇടുന്നു, അഴിഞ്ഞു വന്നു, ജസ്റ്റ് തിരിച്ചിടുന്നു, സിമ്പിൾ. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ചാർജിങ് എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് ജസ്റ്റ് നമ്മളിവിടെ പ്രസ് ചെയ്യുന്നു, ജസ്റ്റ് വലിച്ചെടുക്കുന്നു. ഓക്കെ, ടൂളിവിടെ വയ്ക്കുന്നു. ഇപ്പോൾ ഇത് ഗ്രീൻ ലൈറ്റ് ആണ്. ജസ്റ്റ് ഉണ്ടോ റെഡ് ലൈറ്റ്. ചാർജ് ചെയ്യുന്ന സമയത്ത് റെഡ് ആവും. 20 മിനിറ്റ്സ് കഴിയുമ്പോൾ ഗ്രീൻ ലൈറ്റ്. അതായത് ഫുൾ ഡൗൺ ആയിട്ട് നിങ്ങൾ ഫുൾ ചാർജ് 20 മിനിറ്റ്സ് കൊണ്ട് ഇത് ഫുൾ ചാർജ് ആവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഗ്രീൻ ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിന്ന് മെഷീനിൽ നിന്ന് എടുക്കാവുന്നതാണ്. അഡീഷണൽ ബാറ്ററി വേണ്ടവർക്ക് ഞങ്ങളുടെ സ്റ്റോറിൽ തന്നെ വന്നിട്ട് അഡീഷണൽ ബാറ്ററി മേടിക്കാവുന്നതാണ്. ഒരു 2500 റേഞ്ചിൽ നമുക്ക് അഡീഷണൽ ബാറ്ററി നമ്മുടെ സ്റ്റോപ്പിൽ തന്നെ സ്പെയർ അവൈലബിൾ ആണ്. ഇതിലൂടെ കിട്ടുന്ന മറ്റ് കുറച്ച് അക്സസറീസ് ഈ മെഷീനിലൂടെ തന്നെ കിട്ടുന്നുണ്ട്. ഒരു 19 mm സോക്കറ്റ്, നമ്മൾ നേരത്തെ വീൽ അഴിച്ചത് സോക്കറ്റ് 19 mm. പിന്നെ ഒരു 21 mm സോക്കറ്റ്. ഇത് കൂടുതൽ എൻജിൻ സൈഡൊക്കെ അഴിക്കാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഒരു ചക്ക്, അതിനുള്ള ഒരു അഡാപ്റ്റർ. പിന്നെ ഈ സെൽഫ് സ്ക്രൂ എന്ന് പറയും, നമ്മുടെ സ്റ്റാർ സ്ക്രൂ ഡ്രൈവറൊക്കെ ഇടാൻ വേണ്ടി ഒരു സെൽഫ് സ്ക്രൂ ഡ്രൈവർ ഇടാനുള്ള സോക്കറ്റ്. ഇത്ര അക്സസറീസ് ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ബേസിക്കലി ഇത് റഞ്ച് ആണെങ്കിലും നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് ഇതുപോലത്തെ സാധനങ്ങളെല്ലാം ഈ മെഷീനിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് ഞാനത് എങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്
കണക്ട് ചെയ്യാനുള്ള അഡാപ്റ്ററാണ്. ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഈ സാധനം ചക്കും ഇത് കൊടുക്കുക, ഇത് ഇതിലോട്ട് തിരിച്ച് കയറ്റുക. ഇനി ചക്ക് തിരിച്ച് ഊരി വരാതിരിക്കാൻ വേണ്ടി ഒരു സ്ക്രൂ ഇടുക. അത് ഇതിൻ്റെ കൂടെ തന്നെ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സ്ക്രൂ ഇട്ടു. എന്നിട്ട് ടൈറ്റ് ചെയ്യേണ്ടത് റിവേഴ്സിൽ ടൈറ്റ് ചെയ്യണം. നമ്മൾ നോർമലി ടൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വലത്തോട്ടാണ്. അതിന് പകരം റിവേഴ്സിൽ ടൈറ്റ് ചെയ്യുക. ഇത് മാത്രം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ നോർമലി ടൈറ്റ് ചെയ്യുന്നത് റൈറ്റിലോട്ടായിരിക്കും, ഇത് ഇടത്തോട്ടാണ്, ലെഫ്റ്റിലോട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഊരി വരില്ല. ഓക്കെ, അതിനുശേഷം ഇതിൽ നിന്നൊരു ഇതെടുക്കുക, ഒരു വാഷർ എടുക്കുക. വാഷർ എടുത്ത് ഫസ്റ്റ് ഇതെടുത്ത് ഇതിനകത്ത് ഫസ്റ്റ് ഇതിടുക, കണ്ടോ? എന്നിട്ട് ഈ ലോക്ക് ആയിട്ടാണ് ഇത് വരേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ ഈ വാഷർ ഇടുകയാണ്. ഓക്കെ ഓക്കെ, ഇത് ടൈറ്റ് ചെയ്യുക. ഇതിനകത്ത് തന്നെ ബിറ്റ് തരുന്നുണ്ട്. മൂന്നിനും കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുക. ചെറിയ പർപ്പസിന് എന്തെങ്കിലുമൊക്കെ ടൈറ്റ് ചെയ്യാനാണ്, ഡ്രിൽ ചെയ്യാനാണ് നിങ്ങളിത് യൂസ് ചെയ്യേണ്ടത്. അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഇതിൽ വുഡിൽ ഡ്രിൽ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമുക്കിപ്പോൾ ഡ്രിൽ ചെയ്തു. ഇനിയിപ്പോൾ ജസ്റ്റ് ബ്രിക്കിൽ ഡ്രിൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഈസി ആയിട്ട് കയറാം. സിമ്പിൾ. അപ്പോൾ ആ പർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു അഡാപ്റ്ററാണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് സ്ക്രൂ വർക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇത് യൂസ് ചെയ്യുക. സെയിം ഇപ്പോൾ ഇട്ടതുപോലെ തന്നെ ഓറിങ് എടുക്കുക, ഓറിങ് ഇതിലോട്ട് ഇടുക. ഇതിനകത്തോട്ട് ഇടിയിക്കുക. ടൈറ്റ് ആയിട്ടുണ്ട്. സെയിം ഇതിനകത്ത് സ്ക്രൂ ബിറ്റ്സ് കറക്റ്റായിട്ട് സ്റ്റാർ സ്ക്രൂ ബിറ്റ്സ് കറക്റ്റായിട്ട് ഇതിനകത്ത് ഇപ്പം എൻ്റെ ഒരു സാമ്പിളില്ല കാണിക്കാം. ജസ്റ്റ് ഇതുപോലത്തെ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ മേടിക്കാൻ കിട്ടും. അതിനകത്ത് ഇട്ടിട്ട് കറക്റ്റായിട്ട് നമുക്ക് അൺസ്ക്രൂയിങ് പർപ്പസിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് 3 രീതിയിലുള്ള പർപ്പസിനും ഈ മെഷീൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ബേസിക്കലി ഒരു ഇൻവെർട്ടർ റേഞ്ച് എന്നുള്ള പർപ്പസിനാണ് നിങ്ങൾ ബേസിക്കലി ഇതിന് ഫോക്കസ് ചെയ്യേണ്ടത്. ആ പർപ്പസിന് എടുക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലത്തെ പർപ്പസിന് നമുക്കിത് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ പ്രൈസിങ് അറൗണ്ട് വരുന്നത് 4950 ആണ് നമ്മളിവിടെ സ്റ്റോപ്പിൽ സെയിൽ ചെയ്യുന്നത്. ഇതിൻ്റെ MRP വരുന്നത് 10,100 ആണ്. നിങ്ങൾക്ക് നമ്മുടെ സ്റ്റോറിൽ വന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഞങ്ങളുടെ ഓൺലൈൻ സ്റ്റോറുണ്ട്, www.globetools.in എന്ന് പറഞ്ഞ ഓൺലൈൻ സ്റ്റോറിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ പാൻ ഇന്ത്യ ബേസിൽ നമ്മൾ ഇത് എല്ലായിടത്തും ഡെലിവറി ചെയ്യുന്നതാണ്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സാധനം വേണമെങ്കിൽ നമ്മൾ കൊറിയർ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതല്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റോറിൽ വന്ന് നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.